So today we'll go through the next classification of follower motion. The second categorization comes when the follower exhibits simple harmonic motion. കേൾക്കുന്നില്ലേ പറയുന്നത്? When the follower exhibits simple harmonic motion. Now basically simple harmonic motion എന്ന് പറഞ്ഞാൽ actually എന്താണ്? Can you tell me an example of simple harmonic motion? സിമ്പിൾ ഹാർമോണിക് മോഷൻ ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ? കേൾക്കുന്നില്ല. ട്യൂണിംഗ് ഫോർക്ക് can be considered. See, basically, if a body moves on a circular path and that motion has a uniform angular velocity, അങ്ങനെ പോകുന്നുണ്ടെന്ന് വിചാരിക്കാം, then ആ ബോഡിന്റെ പ്രൊജക്ഷൻ on let's say the diameter of that particular circular path will give you simple harmonic motion. ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞത്. ഫോർ എക്സാമ്പിൾ കൺസിഡർ ദിസ് സെമി സർക്കുലർ പാത്ത്. ഇതൊരു സെമി സർക്കുലർ പാത്ത് ആണ്. ഒരു ബോഡി എ എന്ന് പറഞ്ഞ പൊസിഷനിലുണ്ട്. ദ ബോഡി മൂവ്സ് അലോങ് ദ സർക്കംഫറൻസ് ഓഫ് ദി സർക്കിൾ. ഇങ്ങനെ മൂവ് ചെയ്ത് അത് സിയിലെത്തും. സോ അലോങ് ദ പാത്ത് ഏതെങ്കിലും ഓരോ ലൊക്കേഷൻ എടുത്തിട്ട് if you project that particular location onto the diameter, ഈ ഡയമീറ്ററിൽ കിട്ടുന്ന മോഷൻ ഉണ്ടല്ലോ, അതിനെയാണ് നമുക്ക് എന്ത് സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയാൻ പറ്റുന്നത്. ദ നേച്ചർ ഓഫ് ദ മോഷൻ ഒബ്റ്റെയിൻ ഹിയർ. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ? പറഞ്ഞത് ക്ലിയർ ആണോ? ഏതാ ഷോർട്ട്? അതായത് ജസ്റ്റ് ഷോർട്ടായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യൂ. ഓ ഡെഫിനറ്റ്ലി എക്സ്പ്ലെയിൻ ചെയ്യാം. സീ, ഇതൊരു സർക്കുലർ പാത്താന്ന് കേൾക്കാം അല്ലേ? ഇവിടെ ഒരു ബോഡി ഉണ്ട്. ഈ ബോഡി ഈ സർക്കുലർ പാത്തിലൂടെ യൂണിഫോം ആംഗുലർ വെലോസിറ്റി മൂവ് ചെയ്യുന്നതാണ്. യൂണിഫോം ആംഗുലർ വെലോസിറ്റി യൂണിഫോം ആയിട്ട് മൂവ് ചെയ്യുന്നതാണെങ്കിൽ ഇതെന്താണ്? ദിസ് ഈസ് എ സർക്കുലർ മോഷൻ. സർക്കുലർ പാത്തിലേക്ക് മൂവ് ചെയ്യുന്നത്. ദിസ് ഈസ് എ സർക്കുലർ മോഷൻ ആണ്. റെക്ടിലിനിയർ മോഷൻ സർക്കുലർ മോഷൻ ആണ്. പക്ഷെ ഈ മോഷൻ യൂണിഫോം ആംഗുലർ വെലോസിറ്റി ഒരു സാധാരണ സർക്കുലർ മോഷൻ ആണ്. നമുക്ക് സിമ്പിൾ ഹാർമോണിക് ആണോ അല്ലയോ എന്ന് എങ്ങനെ പറയാൻ പറ്റും? അങ്ങനെ പറയണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ, ഈ മോഷന്റെ ഇതിപ്പോ 0 seconds ബോഡി സ്റ്റാർട്ട് ഫ്രം ഹിയർ. ആഫ്റ്റർ ടൈം t seconds ബോഡി റീച്ചസ് ഹിയർ. t seconds ബോഡി ഇവിടെ എത്തും. ഈ സമയത്തുള്ള ഇതിന്റെ പ്രൊജക്ഷൻ ഞാൻ ഇതിന്റെ ഡയമീറ്ററിലേക്ക് എടുത്തു വിചാരിക്കാം. ഇവിടെ സോ ഓരോ സെക്കൻഡിലും അല്ലെങ്കിൽ ഓരോ ടൈം ഫ്രെയിമിലും ഈ ബോഡി മൂവ് ചെയ്യുന്ന പൊസിഷൻസ് ഓൺ ദ സർക്കംഫറൻസ്, ഇഫ് ഐ പ്രൊജക്ട് ദം ഓൺ ടു ദ ഡയമീറ്റർ ഓഫ് ദി സർക്കുലർ പാത്ത്, എനിക്ക് ഈ ഒബ്റ്റെയിൻ ചെയ്യുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക് ഇല്ല, ഈ നേച്ചറില്ല. ഈ നേച്ചറിനെയാണ് നമ്മൾ എന്ത് പറയാ? സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയാം. ആ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ, ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് when the body reaches the midway, അതായത് ഈ സർക്കുലർ പാത്തിന്റെ മിഡ് വേ അല്ലെങ്കിൽ ഈ ഒരു എക്സ്ട്രീമിൽ എത്തിയാൽ ആ പൊസിഷനിലായിരിക്കും ഈ ബോഡിന്റെ ഇപ്പൊ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന ഈ നേച്ചർ എടുത്താൽ ഇതിന്റെ വെലോസിറ്റിന്റെ മാക്സിമം വെലോസിറ്റി. യു വിൽ ഒബ്റ്റെയിൻ ദ മാക്സിമം വെലോസിറ്റി അറ്റ് ദ മിഡ് പോയിന്റ്. ഈ പാത്തിന്റെ മിഡ് പോയിന്റ്. മനസ്സിലാവുന്നുണ്ടോ? സി, ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ഫോർ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറഞ്ഞാൽ ഓസിലേറ്റിംഗ് പെൻഡുലമാണ്. നമ്മൾ പണ്ടേ പഠിക്കുന്ന ഒരു ബെസ്റ്റ് എക്സാമ്പിൾ പെൻഡുലമാണ്. പെൻഡുലത്തിന്റെ മൂവ്മെന്റ് ശ്രദ്ധിക്കുക. പെൻഡുലം, സി സപ്പോസ് ഇഫ് ദിസ് ഈസ് എ ഹാങ്ങിങ് പെൻഡുലം, ഈ പെൻഡുലം ഞാൻ ഈ മീൻ പൊസിഷനിൽ ടിൽറ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നു. ഓക്കെ, ആൻഡ് നൗ ഇഫ് ഐ ലീവ് ഇറ്റ് ഫ്രം ഹിയർ, ഇത് ഇങ്ങനെ പാസ് ചെയ്ത് ഇങ്ങോട്ടേക്ക് പോകും, ഒന്ന് ഓസിലേറ്റ് ചെയ്യും, തിരിച്ച് ഇതേ പാത്തിലോട്ട് തിരിച്ചു വരും അല്ലെ? ദിസ് കീപ്സ് ഓൺ റിപ്പീറ്റിംഗ്. ഇത് സൈക്ലിംഗ് ചെയ്തുകൊണ്ടേയിരിക്കും. ഈ പാത്തിൽ ആലോചിച്ച് നോക്ക്, ഇവിടുന്ന് ലീവ് ചെയ്യുന്ന ഈ ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ ബോബ് when it reaches the midway, ഇവിടെ എത്തുമ്പോഴാണ് ഇതിന്റെ വെലോസിറ്റി മാക്സിമം ആകുന്നത്. ഇതിലൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ വെലോസിറ്റി മാക്സിമത്തിലേക്ക് പോകുന്നത് അല്ലേ?
അല്ലെ? സോ ഈ ഒരു നേച്ചറുള്ള മോഷൻ സിമ്പിൾ ഹാർമോണിക് ആണെന്ന് പറയാൻ കാരണം വെൻ വി പ്രൊജക്ട് ദാറ്റ് പർട്ടിക്കുലർ മോഷൻ ഓൺ ദ സർക്കുലർ പാത്തിന്റെ ഡയമീറ്റർ, അതിലേക്ക് പ്രൊജക്ട് ചെയ്ത് കഴിഞ്ഞ് ഈ കിട്ടുന്ന നേച്ചർ, അതായത് സി ഇത് ഈ ഒരു നേച്ചർ ഉണ്ടല്ലോ, ഫ്രം ദിസ് പൊസിഷൻ ടു ദിസ് പൊസിഷൻ, ബോഡി റീച്ചിങ് ഫ്രം ദിസ് ടു ദിസ്, ഇതിനെ വി ക്യാൻ വാട്ട് സിമിലറൈസ് ഇറ്റ് ടു ദ മൂവ്മെന്റ് ഓഫ് ദാറ്റ് ഓഫ് ദ ഫോളോവർ. ഫോളോവർ ക്യാം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഫോളോവർ മൂവ് ചെയ്യുന്നത് ഇങ്ങനെയല്ല, മേലോട്ട് പോകും താഴോട്ട് വരും, മേലോട്ട് പോകും താഴോട്ട് വരും. പക്ഷെ ഈ കണ്ടീഷനിൽ ഈ മേലോട്ടും താഴോട്ടുള്ള വരുത്തിന്റെ നേച്ചർ എങ്ങനെയാണ്? ദ നേച്ചർ ഈസ് when at the starting the velocity slowly increases and along the midway എത്തുമ്പോഴേക്കും വെലോസിറ്റി മാക്സിമം ആവും, അങ്ങോട്ടെത്തും വെലോസിറ്റി കുറയും. ദാറ്റ് മീൻസ് ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെ സ്ലോലി സ്റ്റാർട്ട് ചെയ്ത് മാക്സിമത്തിലെത്തി പിന്നെ സീറോയിലെത്തും. തിരിച്ചു വരുമ്പോൾ അവിടുന്ന് സ്ലോലി വന്ന് മിഡ്വേ എത്തുമ്പോൾ മാക്സിമം വെലോസിറ്റിയിലെത്തി, ഫൈനൽ തിരിച്ച് ഇനീഷ്യൽ പൊസിഷനിൽ എത്തുമ്പോഴേക്കും വെലോസിറ്റി ഡ്രോപ്പ് ഡൗൺ ആവും. അണ്ടർസ്റ്റുഡ്? ഈ നേച്ചർ ഓഫ് മോഷനെ നമ്മൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയും. ക്ലിയർ ആണോ? സോ ഈ ഒരു കൺസെപ്റ്റിന്റെ സ്കീമാറ്റിക് റെപ്രസെന്റേഷൻ ആണ് I have shown in this figure. This figure holds a semicircular path from A to C. So we have to assume the body is moving from A to C. ഈ ബോഡി A to C എത്തുന്നത് ക്യാമിന്റെ റൊട്ടേഷന്റെ കൂടെയാണെന്ന് വിചാരിക്കാം. ക്യാം സൈമൾട്ടേനിയസ്ലി റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ക്യാമിന് ഒരു ഔട്ട് സ്ട്രോക്ക് ഉണ്ട്, ഇറ്റ് ഹാസ് എ ഡ്വെൽ പീരിയഡ്, then it has a return stroke. Assume that the cam is performing its operation, and as and when the cam rotates, let the body start from this initial position and reach to its final position C. ഒരു ഔട്ട് സ്ട്രോക്ക്, ഫസ്റ്റ് ഔട്ട് സ്ട്രോക്ക് കഴിയുമ്പോഴേക്കും ബോഡി എയിൽ നിന്ന് സിയിലെത്തുമെന്ന് വിചാരിക്കാം. ഈ നേച്ചർ ഓഫ് മോഷൻ, when we project that motion onto the diameter, what we obtain here is the simple harmonic motion. Clear? So along the path ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ then let the body reach the position B in t seconds. T seconds കഴിയുമ്പോൾ ബോഡി B എന്ന് പറഞ്ഞ പൊസിഷനിൽ എത്തുന്നില്ല. T seconds. ഓക്കെ, സോ ഈ T സെക്കൻഡ്സിന്റെ ബോഡിന്റെ പൊസിഷൻ ഞാൻ എന്ത് ചെയ്യും? Let me project that particular position onto the diameter. സോ ഇതിനെ ഡയമീറ്ററിലേക്ക് പ്രൊജക്ട് ചെയ്ത് ഇപ്പൊ എന്ത് കിട്ടും? C കിട്ടി അല്ലെ? C എന്ന് പറഞ്ഞ പോയിന്റ് കിട്ടി. മനസ്സിലാവുന്നുണ്ടോ? Now, whatever projections we obtain on the diameter, let us assume that to be similar to that of the motion of the follower. Follower na motion is similarize ചെയ്യുന്നത് ഞാൻ A to C എന്നുള്ള ഡയമീറ്ററിലേക്കുള്ള നേച്ചർ. സോ A to C എന്ന് പറഞ്ഞാൽ എന്താ? മുഴുവൻ കവർ ചെയ്തു അല്ലെ? A to C എന്ന് പറഞ്ഞ ബോഡി when moves through the semicircular path, ഈ ഡിസ്പ്ലേസ്മെന്റ് കംപ്ലീറ്റ് കവർ ചെയ്യും. This happens when the cam completes its outstroke, അല്ലെങ്കിൽ ആംഗിൾ ഓഫ് ascent കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്ക് ഇത് കംപ്ലീറ്റ്. സോ ഇതിനെ നമ്മൾ ഫോളോവർ മോഷനുമായിട്ട് സിമിലറൈസ് ചെയ്താൽ the total path covered x becomes our stroke length. X becomes our stroke length. So intermediate ആയിട്ട് when I chose a position for the body B, ഈ B എന്ന് പറഞ്ഞ പൊസിഷൻ ചോസ് ചെയ്യുമ്പോൾ t seconds ബോഡി B യിലേക്ക് എത്തും. ഞാൻ അതിനെ പ്രൊജക്ട് ചെയ്യുമ്പോൾ I obtain the point C on the diameter. Now ഈ C യിലേക്ക് അപ്പൊ ആക്ച്വലി the distance from A to C എന്താണ്? ഒരു ഇന്റർമീഡിയറി ഡിസ്പ്ലേസ്മെന്റ് ആണ്, സ്ട്രോക്ക് ആണ്. Let the value of that particular stroke be y. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? Yes sir. Yes sir. Okay. So ഇവിടെ എന്താണത്? x എന്ന് പറഞ്ഞാൽ സ്ട്രോക്ക് ഓഫ് ഫോളോവർ ആയി. Then theta A and theta D എന്ന് പറഞ്ഞാൽ ആംഗിൾ ഓഫ് ascent and descent, ഔട്ട് സ്ട്രോക്ക് ആൻഡ് റിട്ടേൺ സ്ട്രോക്ക് ആയി. ഇപ്പം ഒമേഗ ആംഗുലർ വെലോസിറ്റി ഓഫ് ക്യാം. ക്യാം ഒരു യൂണിഫോം ആംഗുലർ വെലോസിറ്റിക്ക് റൊട്ടേറ്റ് ചെയ്യും. ഇത്രയാണ് പറയുന്നത്. മനസ്സിലാവുന്നില്ല? മനസ്സിലാവുന്നില്ല പറയുന്നത്? ഓക്കെ, സോ അപ്പം ക്യാം ഒരു ആംഗുലർ വെലോസിറ്റി, കോൺസ്റ്റന്റ് ആംഗുലർ വെലോസിറ്റി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഫസ്റ്റ് കവേഴ്സ് ദ ആംഗിൾ ഓഫ് ascent, outstroke, then it returns back to initial position by covering the angle of descent. ഇങ്ങനെ പോകുന്നുണ്ട്. So at the simultaneously the follower is making a full stroke of x mm അല്ലെങ്കിൽ x meters. X എന്ന സ്ട്രോക്ക് ലെങ്ത് കവർ ചെയ്യുന്നുണ്ട്. So at time t seconds ഫോളോവർ കവർ ചെയ്യുന്ന ഡിസ്പ്ലേസ്മെന്റ് ഈസ് നത്തിങ് ബട്ട് AC അല്ലേ? t സെക്കൻഡ്സിൽ ഫോളോവർ കവർ ചെയ്യുന്ന ഡിസ്പ്ലേസ്മെന്റ് AC അല്ലേ?
അല്ലേ? Sir. So this coverage of displacement AC can be written as ഈ ഡിസ്പ്ലേസ്മെന്റിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? Y equal to AC എഴുതാം അല്ലേ? Y ആണല്ലോ t സെക്കൻഡ്സിൽ ഫോളോവർ കവർ ചെയ്യുന്ന ഡിസ്പ്ലേസ്മെന്റ്. Y this is nothing but AC അല്ലേ? ഈ AC നമുക്ക് എങ്ങനെ എഴുതാം? OA minus OC എഴുതാം. If you consider the radius OA minus OC എഴുതാം. ക്ലിയർ അല്ലേ? Yes, sir. Now, total AC is equal to X, total displacement. So, AO should be equal to what? I mean, OA should be equal to X by 2. X by 2 minus OC. Consider this right angle triangle OBC. OC cos beta is equal to OC by OB. So, OB should be equal to what? Sorry, OC should be equal to OB multiplied by cos beta. What is OB actually? Radius of this semicircle. OB should be equal to OA. So, this is X by 2. So, OC ultimately OC can be written as what? X by 2 cos beta. So, this can be summarized as taking X by 2 as common into 1 minus cos beta. Let this be equation number 1. So, equation 1 is y is equal to x by 2 into 1 minus cos beta. This is our equation number 1. Clear? Yes, sir. So, this was our equation number 1. Now, theta A and theta B. These are the angle of ascent and angle of descent. Theta D. So, theta value actually angular displacement. Angular displacement. Yes, sir. Okay. So, see, total, when the cam covers the angle theta A covering the follower and the displacement basically X total displacement occurs for the follower. Maximum displacement occurs. Theta A covering. This circular body, this circular path of movie in the body, the body covers a total angle of 180 degree covering. Cam theta A and angle covering, that's the total outstroke covering. The follower covers the total stroke length X. Even the corresponding idea rotating body in the covering A in the C letum. A in the C letum covers the total angle 180 degree. Yes, sir. This body A in the B letum theta angle on covering. Body A in the B letum cam in a certain rotation down. Our rotation of the theta in the general term. Because theta depicts nothing but the angular displacement of the cam. So, for a certain value of angular displacement of the cam, that is theta, the body covers an angle of beta from moving from the point A to B. Theta is an angle cam in covering. The body moving on the circular path covers an angle of beta. But theta value, when it becomes theta A, that is angle cam in the rotation theta A like complete outstroke theta becomes theta A. This body covering 180 degree covering. When theta becomes theta A, the small angle, intermediate angle beta should be equal to pi, then 180 degree.
Yes, sir. Okay. So if we summarize this ratio, how can I write beta? How can I rewrite beta? Beta can be equated to pi multiplied by theta divided by theta. ഇങ്ങനെ എഴുതിക്കൂടാ? No, sir. So remember this equation. Beta can be equated as pi multiplied by theta divided by theta a. അതെങ്ങനെ കിട്ടുന്നത്? When the generic angular displacement which is given by theta becomes theta a. അതായത് ഇപ്പൊ ക്യാമിന്റെ ഫുൾ റൊട്ടേഷൻ, ഇപ്പൊ ക്യാമിന്റെ ഇനീഷ്യൽ പൊസിഷൻ ഇതാണ്, ഇവിടുന്ന് ഇവിടം വരെയാണ് ക്യാമിന്റെ ഔട്ട്സ്ട്രോക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടുന്ന് ഇവിടെ വരെ വരുമ്പോൾ ഈ ഏതൊരു പോയിന്റിലെ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് എടുക്കാനും ഐ ടേക്ക് എ കോമൺ ടേം ഫോർ ദ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് which is theta. When this theta becomes theta a, ഈ റൊട്ടേറ്ററി പാത്തിൽ മൂവ് ചെയ്യുന്ന ബോഡി, ഈ തീറ്റ എന്ന് പറഞ്ഞ ഒരു ജനറൽ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് നടക്കുമ്പോൾ ഇത് ടി സെക്കൻഡ്സിൽ ബീറ്റ എന്ന് പറഞ്ഞ റൊട്ടേഷൻ കവർ ചെയ്യുന്നുണ്ട് ഇവിടെ. സോ വെൻ തീറ്റ ബിക്കംസ് തീറ്റ എ മാക്സിമം എത്തുമ്പോൾ this small angle beta should cover the maximum angle here also, which is equal to pi. So in general I can write beta or equate beta to be of the value pi multiplied by theta divided by theta. Just a ratio എടുക്കുന്നത് മാത്രം. Okay, keep this value in mind. ഈ value important. What I am going to do is I am going to substitute this value in equation number 1. നേരത്തെ നമ്മൾ equation number 1 ഇതായി. I am going to substitute this value to equation number 1. കാരണം എന്താണ്? This equation can be what derived as the general equation for the displacement of the body. Simple harmonic motion exhibit ചെയ്യുന്ന ഒരു ബോഡിന്റെ ജനറൽ ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷൻ ആക്കിയതല്ല. കാരണം ഇതിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ളത് y ആണ്. What is y? Y is the small intermediate displacement that I have taken when the body on the rotating path, over the rotating path, reaches the point B by time t seconds. So ഇതിങ്ങനെ ഈ സർക്കുലർ പാത്തിലൂടെ ബിയിൽ കവർ ചെയ്യുമ്പോൾ ഈ ഡയമീറ്ററിലൂടെ ഒഫർ ചെയ്യുന്ന ഒരു ജനറൽ ഡിസ്പ്ലേസ്മെന്റ് ആണ് y ആയിട്ട് എടുത്തത്. സോ ഈ ജനറൽ ഇക്വേഷനിൽ ഫോർ ദ വാല്യൂ ഓഫ് ബീറ്റ ഐ ആം ഗോയിങ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് പർട്ടിക്കുലർ ടേം. So now y can be written as x by 2 multiplied by 1 minus cos. What was beta? Pi theta divided by theta a. Hello? No. Yes, sir. What is theta? Theta general angular displacement. So angular displacement, distance, angular distance can be equal to what? Speed into time. So theta can be plus omega t. Hence now y becomes x by 2 multiplied by 1 minus cos of phi omega t divided by theta. This is the general equation for displacement of the follower that exhibits simple harmonic motion. Is it clear? General equation clear ആയോ? No, sir. എന്തിനാണ് why are we deriving these terms is because ഞാൻ പറഞ്ഞു ക്യാം പ്രൊഫൈൽ വരക്കുന്ന ക്വസ്റ്റ്യനിൽ there may come additional questions such as you might be asked to find out the maximum acceleration at a particular point, അല്ലെങ്കിൽ ആ ബോഡിക്ക് ഉണ്ടാക്കുന്ന maximum velocity. ഇങ്ങനത്തെ additional questions ചോദിക്കാനുള്ള ചാൻസസ് ഉണ്ട്. So for finding out such numerical values you need to have such equations. Now we start from displacement because any displacement equation if we differentiate with respect to time derivative of displacement എടുത്താൽ I can obtain velocity. അല്ലേ? Yes, sir. Okay. So ഈ equation note ചെയ്യുക. This is the general displacement equation for simple harmonic motion. എക്സിബിറ്റ് ചെയ്യുന്ന ഒരു ഫോളോവർ ഉണ്ട്. ഈ ഇതിൽ കാണിച്ച നൊട്ടേഷൻസ് അല്ലെങ്കിൽ ആ ഡെറിവേഷൻസ് നിങ്ങൾ പിന്നെ വീഡിയോ നോക്കിയിട്ട് എടുത്തോ, കാരണം നമുക്ക് ടൈം ഉണ്ടാവില്ല. ഈ ഡെറിവേഷൻ ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാം. ഒരു 4 മാർക്സിന്റെ ക്വസ്റ്റൻ ഒക്കെ വരാം. Derive the equation for maximum acceleration for a follower which exhibits simple harmonic motion. Acceleration നമ്മൾ എത്തിയില്ല, ഇത് ഡിസ്പ്ലേസ്മെന്റ് ആണ്. സോ ഈ ഡെറിവേഷൻ ഇമ്പോർട്ടന്റ് ആണ്, ചോദിച്ചിട്ടുണ്ട് മുന്നേ. ഓക്കെ, സോ ഈ ടേം എന്താണ്? ദിസ് ടേം ഷോസ് ദ ജനറൽ ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ ഫോർ എ follower which exhibits simple harmonic motion. ഇതിനെ
അല്ലെങ്കിൽ ഈ ഇക്വേഷൻ ഹൗ ക്യാൻ വി ഫൈൻഡ് ഔട്ട് ദ വെലോസിറ്റി? ഹൗ വിൽ യു ഫൈൻഡ് ഔട്ട് ദ വെലോസിറ്റി? എങ്ങനെ വെലോസിറ്റി കണ്ടുപിടിക്കാം? വെലോസിറ്റി എങ്ങനെ കണ്ടുപിടിക്കും? Now, velocity accelerations ഒക്കെ പറയുമ്പോൾ we have to keep in mind two terms. If v എന്നതാണ് ഞാൻ വെലോസിറ്റി കൊടുക്കുന്ന ജനറൽ ടേം, v a ഉണ്ടാകും, v d ഉണ്ടാകും. കാരണം എന്താ? വെലോസിറ്റി ഡ്യൂറിങ് ascent, ഔട്ട് സ്ട്രോക്കിലെ വെലോസിറ്റി ഉണ്ടാവും, ക്യാമിന്റെ ഔട്ട് സ്ട്രോക്കിൽ പോകുമ്പോൾ ഫോളോവറിന് ഒരു വെലോസിറ്റി ഉണ്ടാവും, അതാണ് v a. ക്യാമ് തിരിച്ചു വരുമ്പോൾ റിട്ടേൺ സ്ട്രോക്ക് ഡിസെൻഡ് ചെയ്യുന്ന സമയത്തും താഴോട്ട് വരുമ്പോൾ അതിന് വെലോസിറ്റി ഉണ്ടാവും, അതാണ് v d. കാരണം ഇത് യൂണിഫോം വെലോസിറ്റി അല്ല. Previous cases നമ്മൾ we never considered dA, dD, etc. because that was the case of uniform velocity. മുകളിലേക്ക് പോലും താഴേക്ക് വന്നാലൊക്കെ വെലോസിറ്റി remains constant. ഇവിടെ അങ്ങനെയല്ല അല്ലെ? വെലോസിറ്റിക്ക് ഒരു നേച്ചർ ഉണ്ട്. വെലോസിറ്റി സ്റ്റാർട്ടിംഗ് ഓഫ് ദ സ്ട്രോക്കിൽ മിനിമം ആയിരിക്കും, ടുവേർഡ്സ് ദ മിഡ് വെലോസിറ്റി റീച്ചസ് ദ മാക്സിമം വാല്യൂ, ആൻഡ് ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ സ്ട്രോക്ക് വെലോസിറ്റി അഗൈൻ ഡിക്രീസസ്. ഇത് നേച്ചർ ഓഫ് വെലോസിറ്റി ആണ്. ബട്ട് ആ വെലോസിറ്റിന്റെ വാല്യൂ എത്രയാണെന്ന് നമുക്കറിയില്ല. 0 സ്റ്റാർട്ട് ചെയ്ത് 10 മീറ്റർ പെർ സെക്കൻഡ് മാക്സിമം വാല്യൂ എത്തി വീണ്ടും 0 എത്താം, ഓർ 0 സ്റ്റാർട്ട് ചെയ്ത് 5 മീറ്റർ പെർ സെക്കൻഡ് എത്തി വീണ്ടും 0 എത്താം. യു ഡോണ്ട് നോ ദ വാല്യൂ. ക്ലിയർ? കാരണം ഇത് കോൺസ്റ്റന്റ് വെലോസിറ്റിന്റെ കേസ് അല്ല. സോ വെലോസിറ്റി എടുക്കുമ്പോൾ വി എ വി ഡി എന്ന കൺസിഡറേഷൻ കൊടുക്കണം, ആക്സിലറേഷൻ എടുക്കുമ്പോൾ എ എ അല്ലെങ്കിൽ എ ഡി എന്ന കൺസിഡറേഷൻ കൊടുക്കണം. അത് നിങ്ങൾ മനസ്സിലാക്കണം. സോ ജനറൽ ടേം ഓഫ് ഡിസ്പ്ലേസ്മെന്റ് വി ഹാവ് ഓൾറെഡി റിട്ടൺ. ഫ്രം ദിസ് ഇക്വേഷൻ or from this general term of displacement, we can arrive at velocity by simply differentiating the displacement equation with respect to time. So, ഞാൻ തൽക്കാലം VA എടുക്കുന്നു, velocity during ascent, മുകളിലേക്ക് ഫോളോവർ മുകളിലേക്ക് പോകുമ്പോൾ വെലോസിറ്റി എടുക്കുന്നു. Whatever we obtain for the term VA, അതിലെ A മാറ്റി, A എന്ന suffix മാറ്റി, if I put D, the same equation can be applied to what? Finding out the velocity during descent. മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ വെലോസിറ്റി കണ്ടുപിടിക്കാൻ എ എന്നുള്ളത് ഡി ആക്കി കൊടുത്താൽ മതി. കാരണം ഈ എയും ഡിയും ഡിഫറൻഷ്യൽ വരുന്നത് എപ്പോഴാണ്? കാരണം എ ഒക്കേഴ്സ് അറ്റ് എ സർട്ടൻ വാല്യൂ ഓഫ് വി എ എപ്പോഴും സംഭവിക്കുന്നത് എവിടെയാണ്? അറ്റ് എ സർട്ടൻ വാല്യൂ ഓഫ് തീറ്റ എ. ഔട്ട് സ്ട്രോക്കിന്റെ വാല്യൂ എത്രയാണ് അതിനെ ഡിപെൻഡ് ചെയ്യും വി എ. സിമിലർലി വി ഡി റിട്ടേൺ സ്ട്രോക്കിൽ വരുമ്പോഴുള്ള വെലോസിറ്റി ഇറ്റ് ഡിപെൻഡ്സ് ഓൺ വാട്ട്? വാല്യൂ ഓഫ് തീറ്റ ഡി. അല്ല, റിട്ടേൺ സ്ട്രോക്ക് അല്ലെങ്കിൽ ഔട്ട് സ്ട്രോക്കിന്റെ ആംഗിൾ എത്രയാണ് അതിന് ഡിപെൻഡ് ചെയ്യും. ഇത് രണ്ടും ഡിഫറെന്റ് ആവും. ഫോർ ദ ഫസ്റ്റ് 120 ഡിഗ്രി ഓഫ് ക്യാം റൊട്ടേഷൻ ഔട്ട് സ്ട്രോക്ക് സംഭവിക്കാം, പിന്നെ തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ ലാസ്റ്റ് ഒരു 40 ഡിഗ്രിയിൽ മാത്രം റിട്ടേൺ സ്ട്രോക്ക് സംഭവിക്കാം. എങ്ങനെ വേണ്ടി സംഭവിക്കാം? ദീസ് വാല്യൂസ് ഡിഫർ. സോ അക്കോർഡിംഗ്ലി ദ വാല്യൂ ഓഫ് വി എ വി ഡി മൈറ്റ് ചേഞ്ച്. അതുകൊണ്ടാണ് വി എ വി ഡി എന്നുള്ള കൺസിഡറേഷൻ എടുക്കുന്നത്. സോ ഞാൻ തൽക്കാലം വി എ എന്നത് ടേം എടുക്കുന്നു. നിങ്ങൾക്ക് വി ഡി എഴുതാം, ഏതും എഴുതാം. വി എ കിട്ടിയിട്ട് അതിലെ എ എന്നുള്ള സഫിക്സ് മാറ്റി ഡി, എല്ലാവരുടെയും ഡി ഇട്ട് യു ഒബ്റ്റെയിൻ ദ വാല്യൂ ഫോർ വെലോസിറ്റി ഡ്യൂറിംഗ് ദ ഡിസെന്റ്. സോ വി ഈസ് നത്തിങ് ബട്ട് വാട്ട്? dy by d, time derivative of displacement, dy by dt ആണ്. Now look at the equation dy by dt. ചെയ്യാൻ വേണ്ടി ഇക്വേഷൻ നോക്കിയാൽ ഇതിൽ ആകെ ടൈം ഡിപെൻഡന്റ് ടേം ഏതാണ്? ഇതാണ് അല്ലെ, which comes inside the bracket ആണ് അല്ലേ? കോൺസ്റ്റന്റ് ആണ്. സോ x by 2 നെ കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ വെക്കാം. റിമൈനിങ് എന്ത് വരും? കോസ് വാല്യൂന്റെ ഡെറിവേറ്റീവ് എന്താ? മൈനസ് സൈൻ ആണ് അല്ലെ? സോ ഇതിനുള്ള എന്ത് വരും? സൈൻ ടേം മാത്രം വരും. സൈൻ ഓഫ് ദിസ് പെർട്ടിക്കുലർ വാല്യൂ പൈ ഒമേഗ ടി ബൈ തീറ്റ അല്ലെ? അതിന് കൂടെ അഡീഷണൽ ഒന്നും കൂടി വരും. കാരണം ഈ കോസൈൻ ഓഫ് ദിസ് വാല്യൂ യു ഹാവ് തീറ്റ, സോ മൾട്ടിപ്ലൈഡ് ബൈ ഇതിന്റെ ഡെറിവേറ്റീവ് കൂടി എടുക്കണം, പൈ ഒമേഗ ബൈ തീറ്റ എ അല്ലെ? സോ അൾട്ടിമേറ്റ്ലി ഇതിന്റെ വാല്യൂ എന്താ വരിക? ഇതിന്റെ വാല്യൂ എന്താ വരിക? ദിസ് വിൽ ബി ഈക്വൽ ടു x by 2. It will remain as a common constant. ഇതിന്റെ ഡെറിവേറ്റീവ് മൈനസ് കോസിന്റെ ഡെറിവേറ്റീവ് പോസിറ്റീവ് സൈൻ, സൈൻ പൈ ഒമേഗ ടി ഡിവൈഡഡ് ബൈ തീറ്റ എ. ഒന്നും കൂടി വരും, ഈ ടേമിന്റെ മാത്രം ഡെറിവേറ്റീവ് കൂടി, അത് പുറത്ത് എഴുതാം, പൈ ഒമേഗ ബൈ ഇതല്ലേ ഡെറിവേറ്റീവ് വരും അല്ലേ? ഇത് നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. സിംപ്ലി റീഅറേഞ്ച് ദിസ് വൺ. അങ്ങനെ റീഅറേഞ്ച് ചെയ്യാം.
ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. പൈ ഒമേഗ എക്സ് ഡിവൈഡ് ബൈ 2 തീറ്റ എ മൾട്ടിപ്ലൈ ബൈ സൈൻ ഓഫ് പൈ ഒമേഗ ടി ഡിവൈഡഡ് ബൈ തീറ്റ എ. അതിലെ this is the value of velocity during SN. Clear ആണോ? Sir. Okay. See, velocity A depend ചെയ്യുന്നത് എന്തിനാണ്? തീറ്റ എ തീറ്റ എ. ബാക്കിയെല്ലാം കോമൺ വാല്യൂസ് ആണ്. ഒമേഗ ഒരു സിംഗിൾ വാല്യൂ വരും. കാരണം എന്താ? ഫോർ സിമ്പിൾ ഹാർമോണിക് മോഷൻ ടു occur, the angular velocity of the rotating body should be common. ബാക്കി എല്ലാം ഇതിന്റെ കോൺസ്റ്റന്റ് വാല്യൂസ് ആണ്. എക്സ് എന്താണ്? സ്ട്രോക്ക് ആണ്. ഒരു സിംഗിൾ വാല്യൂ ഉണ്ടാവും സ്ട്രോക്കിന്. എത്ര എണ്ണം ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് എന്നൊരു സിംഗിൾ വാല്യൂ. ഓൺലി ഡിപെൻഡന്റ് വാല്യൂ തീറ്റ എ ആണ്. തീറ്റ എ വേരി ചെയ്യാം ഓരോ കണ്ടീഷനിലും, ഓരോ ക്വസ്റ്റ്യൻ അനുസരിച്ച് തീറ്റ എ വേരി ചെയ്യും. വി ഡി ആണ് എഴുതുന്നത്. വെലോസിറ്റി ഡ്യൂറിംഗ് ഡിസെന്റ് ആണ് എനിക്ക് എഴുതുന്നത്. വി ഡി ഷുഡ് ബി ഈക്വൽ ടു ഈ തീറ്റ എന്റെ സ്ഥാനത്തൊക്കെ ഞാൻ എഴുതുന്നു തീറ്റ ഡി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? ഇത് ജനറൽ കണ്ടീഷൻ ഫോർ വെലോസിറ്റി ആണ്. എന്ത് വെലോസിറ്റി? വെലോസിറ്റി ഓഫ് എ ഫോളോവർ വിച്ച് എക്സിബിറ്റ്സ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഈ ജനറൽ വെലോസിറ്റി, സപ്പോസ് ഐ വാണ്ട് ടു ഫൈൻഡ് ദ മാക്സിമം വെലോസിറ്റി. എനിക്ക് മാക്സിമം വെലോസിറ്റി കണ്ടുപിടിക്കണം. എന്തായിരിക്കും മാക്സിമം വെലോസിറ്റി? മാക്സിമം വെലോസിറ്റി എന്തായിരിക്കും? സീറോ ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. തെറ്റല്ല. സീറോ ആയിട്ട് എങ്ങനെ ഇക്വേറ്റ് ചെയ്യാം? ഏത് സീറോ ആയിട്ട് ഇക്വേറ്റ് ചെയ്യുന്നത്? ഏതാണ് സീറോ? വൈ എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് അല്ലേ? പൈ ഒമേഗ ടി ബൈ തീറ്റ 90 ആവും. അവിടെ എന്തെങ്കിലും കൃത്യമുണ്ടോ? ഇല്ല. ഓക്കെ, എന്നാ പിന്നെ കഴിഞ്ഞു. സാർ പോയിരുന്നല്ലോ. പുച്ഛം. ഇവിടെ കാണുന്നുണ്ടോ? സോറി, എന്തോ കണക്ഷൻ എറർ പറ്റിപ്പോയത്. ഓക്കെ, വിൽ കം ബാക്ക്. ഞാൻ ഈ സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന ബോഡിയുടെ മാക്സിമം വെലോസിറ്റി ഏത് പോയിന്റിലെന്നാ പറഞ്ഞത്? ഓർമ്മയുണ്ടോ? ഞാൻ സ്റ്റാർട്ടിംഗിൽ പറഞ്ഞിട്ടുണ്ട് സെന്ററിനല്ല, മിഡിലാണ് അല്ലെ? പാത്തിന്റെ മിഡിലേക്ക് എത്തുമ്പോൾ, രണ്ട് എക്സ്ട്രീമിലും വെലോസിറ്റി മിനിമം, പക്ഷെ നടുക്കെത്തുമ്പോൾ മാക്സിമം. അതിനെ നമ്മൾ എപ്പോഴും മറ്റേ സിമ്പിൾ പെൻഡത്തിന്റെ എക്സാമ്പിൾ എടുത്താൽ മതി. ഓസിലേറ്റിന് സിമ്പിൾ പെൻഡത്തിന് ഈ ഓസിലേറ്റിംഗ് ബോബിന്റെ മാക്സിമം വെലോസിറ്റി ഈ സർക്കുലർ പാത്തിന്റെ മിഡിലൂടെ പാസ് ചെയ്യുമ്പോൾ മാക്സിമം വെലോസിറ്റി പോകും. കാരണം ഈ രണ്ടെണ്ണം ഇത് സ്ലോ ഡൗൺ ചെയ്യണം, നിൽക്കണം, എന്നിട്ട് തിരിച്ചു വരുവാണ് അല്ലെ? സോ മിഡ് പാത്തിലൂടെ
Now, basically, this equation is a sinusoidal function. It is sine function. Sine term on the So, sine function ആണെങ്കിൽ sine value എന്താണ് അതിനെ ഡിപെൻഡ് ചെയ്തിട്ടാണ് sine functions ഉണ്ടാവുക. ഇത് വളരെ ബേസിക് ആയിട്ടുള്ള ജനറൽ പ്രിൻസിപ്പിൾ ആണ്. So, this total equation, ഇതിന്റെ nature depends on simply the sine function sin pi omega t by theta. ഇതിനെ ഡിപെൻഡ് ചെയ്യും അല്ലേ? So, this equation to obtain reach its maximum value, ഈ sine function maximum ആയാൽ sine function എപ്പോഴും maximum ആകുന്നത് എപ്പോഴാണ് അല്ലേ? ഇതല്ലേ? കാരണം നോക്കിയാൽ മതി, ഇതിന് ടോട്ടൽ ആംഗിൾ കവർ ചെയ്യുന്ന എത്രയാ? 180 ഡിഗ്രി പൈ ആണ്. സോ മിഡ് പൊസിഷനിൽ എത്തണ്ടെങ്കിൽ ഇത് എത്ര? 180 അല്ല കവർ ചെയ്യേണ്ടത്, ഇത് π/2 ആണ് കവർ ചെയ്യേണ്ടത് അല്ലെ? 90 ഡിഗ്രി ആണ് കവർ ചെയ്യേണ്ടത് അല്ലേ? സോ സൈൻ വാല്യൂ സൈൻ 90 എത്തുമ്പോഴാണ് ഈ ടോട്ടൽസ് ആണ് മാക്സിമം ആവുന്നത്. ക്ലിയർ ആണോ പറയുന്നത്? അല്ലെ? സോ സൈൻ π/2 എത്തുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഇതിനെ വീണ്ടും റീറൈറ്റ് ചെയ്തെഴുതാം. എങ്ങനെ എഴുതാം? സൈൻ ദിസ് വാല്യൂ ഈക്വൽ ടു സൈൻ π/2 എന്ന് പറഞ്ഞാൽ സൈൻ ടേം അങ്ങ് ഒഴിവാക്കി കഴിഞ്ഞാൽ pi omega t divided by theta a should be equal to π/2 എഴുതാം അല്ലെ? pi cancel ആണ്. omega t divided by theta a should be equal to 1/2. എഴുതിക്കൂടെ? ഇതിനൊക്കെ എങ്ങനെ എഴുതാം? ഒമേഗ ടി എന്ന് പറഞ്ഞാൽ തീറ്റ ആണ്. തീറ്റ ബൈ തീറ്റ എ ഈസ് ഈക്വൽ ടു 1/2 ഓർ അഗൈൻ ഐ ക്യാൻ റൈറ്റ് വാട്ട്? ഇതിനെ വീണ്ടും മാറ്റി എഴുതാം. എങ്ങനെ എഴുതാം? തീറ്റ ഈസ് ഈക്വൽ ടു തീറ്റ a/2. എഴുതിക്കൂടെ? തീറ്റ ഈസ് ഈക്വൽ ടു തീറ്റ a/2 എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് തീറ്റ? ടോട്ടൽ ഔട്ട് സ്ട്രോക്ക് ആണ് അല്ലെ? തീറ്റ a/2 എന്ന് പറഞ്ഞാൽ എന്താ? ഔട്ട് സ്ട്രോക്കിന്റെ നേരെ പകുതി. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? സോ ഔട്ട് സ്ട്രോക്കിന്റെ നേരെ പകുതി എത്തുമ്പോഴാണ് എന്ത്? വെലോസിറ്റി മാക്സിമം ആണ് അല്ലേ? മനസ്സിലാവുന്നില്ല പറയുന്നത്? സാധാരണ മാത്തമാറ്റിക്സ് ആണ് ഈ പറയുന്നത്, അഡീഷണൽ ആയിട്ടൊന്നും പറയുന്നില്ല. സോ ഈ വെലോസിറ്റി ഓഫ് എ ടു ബി അറ്റ് ഇറ്റ്സ് മാക്സിമം ഷുഡ് ബി ഈക്വൽ ടു വാട്ട്? ഇത് മാക്സിമം എന്ത് ചെയ്താൽ മതി? സൈൻ ഓഫ് ദിസ് വൺ വെൻ ബിക്കംസ് π/2. സൈൻ π/2 എന്ന് പറഞ്ഞാൽ 1 അല്ലേ? സൈൻ π/2 എന്ന് പറഞ്ഞാൽ 1 അല്ലേ? അല്ലേ? ദാറ്റ് മീൻസ് ഈ വാല്യൂ എന്താ? 1 ആയി മാറും. റിമൈനിങ് എന്താ? ഇത് മാത്രം. റിമൈനിങ് വാല്യൂ എന്താ? ഇത് മാത്രമാണ് അല്ലേ? So velocity is maximum at simply pi omega x divided by 2 theta. ഇതാണ് maximum value of velocity. അല്ലേ? ഇനി ഈ വെലോസിറ്റി 0 ആകുന്ന എപ്പോഴാണ്? സൈൻ ഓഫ് ദിസ് വാല്യൂ സൈൻ π/2 ആകുമ്പോൾ ഇത് മാക്സിമം ആയി. ബട്ട് 0 ആകുന്ന എപ്പോഴായിരിക്കും? സൈൻ ഇവിടെ ഒന്നിക്കൽ 0 വരണം, അല്ലെങ്കിൽ സൈൻ ഇവിടെ 180 വരണം. വേണ്ടേ? വെലോസിറ്റി ഓഫ് ascent VA 0 ആകുന്ന എപ്പോഴാണ്? when does VA become 0? VA എപ്പോഴാണ് 0 ആവുക? തീറ്റ is equal to തീറ്റ a/2 മാക്സിമം ആണ് വാല്യൂ അല്ലെ? തീറ്റ ഒന്നിക്കൽ 0 ആവണം, അല്ലെങ്കിൽ എന്താവണം? തീറ്റ പൈ വാല്യൂ ആവും. ക്ലിയർ ആണോ പറഞ്ഞത്? This was the condition for what? Velocity. So velocity equation എങ്ങനെയാണ്? ഈ വെലോസിറ്റി മാക്സിമം എപ്പോഴാണ് ആവുക എന്നത് കാണിക്കാനാണ് തീറ്റ ഇസിക്കൽ തീറ്റ a/2 വെലോസിറ്റി മാക്സിമം ആവുക എന്ന് പറഞ്ഞത്. തീറ്റ ഇസിക്കൽ തീറ്റ a/2 കിട്ടുന്നത് എപ്പോഴാണ്? സൈൻ ഓഫ് ദിസ് ടേം when equated to sin π/2. അപ്പൊ സൈനും സൈനും ക്യാൻസൽ ആവും. ഇത് ഈക്വൽ ടു π/2 ആവും. ഇതിലെന്താ? പയ്യും ക്യാൻസൽ ആയി. ഒമേഗ ടി ബൈ തീറ്റ ഈക്വൽ ടു 1/2 അല്ലെ? ഒമേഗ ടി എന്ന് പറഞ്ഞാൽ എന്താ? സിംപ്ലി തീറ്റ എന്ന് എഴുതാം. തീറ്റ ബൈ തീറ്റ 1/2 ആയി. സോ വെൻ തീറ്റ ബിക്കംസ് തീറ്റ a/2, this is total theta a.
അല്ലെ? തീറ്റ എ എന്ന് പറഞ്ഞ ഔട്ട് സ്ട്രോക്ക് മാക്സിമത്തിൽ എത്തുമ്പോഴാണ് ഇത് 180 ഡിഗ്രി കവർ ചെയ്യുന്നത്. സോ തീറ്റ എ ബൈ 2 എന്ന് പറയുമ്പോൾ ഇത് മിഡ് വേ 5 by 2 ആണ്. സോ വെൻ തീറ്റ ജനറൽ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ ക്യാം റീച്ചസ് തീറ്റ എ ബൈ 2 മാക്സിമം ക്യാം റൊട്ടേഷന്റെ പകുതിയിലെത്തുമ്പോൾ വെലോസിറ്റി ഡ്യൂറിംഗ് ascent becomes its maximum value. ഈ വെലോസിറ്റി 0 ആവുന്ന എപ്പോഴാണ്? ഈ സ്ട്രോക്കിന്റെ, അതായത് ഔട്ട് സ്ട്രോക്ക് തുടങ്ങുന്നതിന്റെ തുടക്കത്തിലും ഔട്ട് സ്ട്രോക്ക് തീരുന്ന പോയിന്റിലും. ഔട്ട് സ്ട്രോക്ക് തുടങ്ങുമ്പോൾ തീറ്റ ഈക്വൽ ടു 0 ആണ്, ജനറൽ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് 0 ആണ്. ഔട്ട് സ്ട്രോക്ക് തീരുമ്പോൾ തീറ്റ ഷുഡ് ബി ഈക്വൽ ടു പൈ. അണ്ടർസ്റ്റുഡ്? കാരണം സൈൻ ഓഫ് 0 വിൽ ബി 0, സൈൻ ഓഫ് 180 ഓൾസോ വിൽ ബി 0. സോ ഈ രണ്ട് വാല്യൂലും 0 ആണ്. സൈനിന് വേറെ എന്ത് വാല്യൂ കൊടുത്താലും, ഇപ്പൊ സൈൻ ഓഫ് 1, സൈൻ ഓഫ് 2, സൈൻ ഓഫ് 3, 4 ഡിഗ്രി, 5 ഡിഗ്രി, അപ്പൊ വെലോസിറ്റി കൂടി സൈൻ 90 ഡിഗ്രി ആകുമ്പോൾ വെലോസിറ്റി മാക്സിമം എത്തിയിട്ട് 90 വീണ്ടും മേലേക്ക് പോകുമ്പോൾ വെലോസിറ്റി കുറയാൻ തുടങ്ങും. 91, 92, 93, 100 ഡിഗ്രി, 120 ഡിഗ്രി, 140 ഡിഗ്രിയിലാകുമ്പോൾ വെലോസിറ്റി കുറയും. അങ്ങനെ 180 ഡിഗ്രി എത്തുമ്പോൾ വെലോസിറ്റി 0 ആണ്. ദിസ് ഇസ് ദ കണ്ടീഷൻ ഫോർ വാട്ട്? സിമ്പിൾ ഹാർമോണിക് മോഷനിലെ വെലോസിറ്റിന്റെ കേസാണ്. ക്ലിയർ ആണോ ഈ പറഞ്ഞത്? സോ വീൽ ഡു, നമുക്കിനി 1 hour കൂടിയുണ്ട്. വീൽ കണ്ടിന്യൂ. 1 hourൽ ആക്ച്വലി മൃദുല മിസ്സിന്റെ കമ്പ്യൂട്ടർ പ്രോഗ്രാമിന്റെ അവർ കൂടി എനക്കാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. മിസ്സിന് എക്സാമിനേഷൻ കിട്ടിയിട്ടുണ്ട്. സോ ഇതിന്റെ ബാക്കിയുള്ള ആക്സിലറേഷനും ഹൗ ടു ഡ്രോ ദ ഡിസ്പ്ലേസ്മെന്റ് വെലോസിറ്റി ആക്സിലറേഷൻ കർവ് അത് നമുക്ക് റിമൈനിങ് അവേഴ്സിൽ നോക്കാം. ഓക്കെ ഓക്കെ സർ. ഓക്കെ, ഒന്ന് അറ്റൻഡൻസ് പറഞ്ഞു. Attendance work and stop the session.